നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജനുവരി മാസത്തെ മകർ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. എല്ലാവർക്കും ഈ വർഷത്തെ ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. എല്ലാ രീതിയിലുള്ള അഭിവൃദ്ധിയുള്ളൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മകർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാർക്ക് ചാരവശാൽ 10-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ദൈവാധീനമുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവാധീനമുണ്ട്. എന്നാലും വ്യാഴത്തിന് അത്ര ഇഷ്ടസ്ഥാനമല്ല. 10-ാം ഭാവം എന്നതുകൊണ്ട് തന്നെ ഭവന സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടും തൊഴിൽ മേഖലയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുമൊക്കെ കുറച്ച് ടെൻഷൻ അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു സമയമാണ്. കർമാധിപതി ഇപ്പോൾ ഈ വർഷത്തിൽ നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ട്. എങ്കിൽ പോലും ലഗ്നാധിപതിയുടെ പാപമധ്യസ്ഥിതി എന്ന് പറയുന്ന ഒരവസ്ഥ 12-ലും 2-ലും പാപഗ്രഹ യോഗം വരികയും നിവർത്തി സ്ഥാനത്ത് ശനിയോട് ചേർന്നിട്ട് ശുക്രൻ നിൽക്കുകയും ചെയ്യും. അപ്പോൾ പ്രിയകലഹോസ്തകത എന്ന് പറയുന്ന ഒരു യോഗം അവിടെ വന്നു. സൗന്ദര്യപ്പിണക്കം ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകുക, ചെറിയൊരു സന്യാസയോഗം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, ആഗ്രഹിക്കുന്ന ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവിക്കാനായിട്ട് സാധിക്കാതെ വരിക, ഇങ്ങനെയുള്ള കുറച്ച് തടസ്സങ്ങൾക്ക് കൂടി യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ ലഗ്നാധിപതിയായിരിക്കുന്ന സൂര്യൻ 5-ാം ഭാവത്തിലാണ് ബുധനോട് യോഗം ചെയ്ത് നിപുണായോഗം ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. എങ്കിലും എങ്ങോട്ട് ഇറങ്ങണം, എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അതിനൊരു തടസ്സങ്ങൾ ഉണ്ടാവും. മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതനുസരിച്ച് നടക്കാതെ ഇരിക്കുകയോ, പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ മറ്റുള്ളവരോട് പറയാൻ സാധിക്കാതെ ഇരിക്കുകയോ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രതീക്ഷിക്കുന്ന ഗുണഫലം നഷ്ടമാകുന്ന ഒരു സാധ്യതയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അക്കാര്യത്തിൽ പറയാനുള്ളൂ. അതേപോലെ തന്നെ ശ്രദ്ധയോടുകൂടി ഭക്ഷണം കഴിക്കുക, ഭക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാൻ യോഗമുള്ള സമയമാണ്, അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വരുമാനത്തിൽ കുറവ് വരികയും ചെലവ് വർദ്ധിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ പറയുന്ന ദോഷങ്ങളൊക്കെ 21-ാം തീയതി കഴിഞ്ഞാൽ സർവാഭിഷ്ട സ്ഥാനത്തേക്ക് ഭാഗ്യാധിപത്യം വഹിച്ച് ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് അതിനുശേഷം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയായിരിക്കും. 21-ാം തീയതി വരെ പാപമധ്യസ്ഥതയുടേതായിരിക്കുന്ന ദോഷങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ അനുകൂലമായിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഭാഗ്യാധിപതിയാണ് 12 നിൽക്കുന്നത്. അപ്പോൾ വീട് വിട്ട് അന്യദേശത്ത് താമസിക്കുകയും തൊഴിലെടുക്കുകയും ചെയ്യുന്നവർക്കൊക്കെ ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. എന്നാൽ വീട്ടിൽ തന്നെ നിൽക്കുന്നവരെ സംബന്ധിച്ചാണ് ചെലവ് വർദ്ധിക്കുക, മാനസികമായിട്ടുള്ള ടെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അനുഭവത്തിലേക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ കണ്ടകശനിയുടേതായിരിക്കുന്ന ഒരു ദോഷമുണ്ട്. അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് മേൽപ്പറയപ്പെട്ട ദോഷം പരിഹരിക്കണം. അപ്പോൾ ശനിയൊക്കെ ഇനിയിപ്പോൾ മാറാൻ പോവുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അടുത്ത മാസം മുതലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാകും. നന്നായിട്ട് പ്രാർത്ഥിക്കണം. ക്ഷേത്രത്തിൽ കണ്ടകശനി ദോഷത്തിന് പരിഹാരം ചെയ്യണം. ദൈവാധീനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പ്രാർത്ഥന ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഈ മാസത്തിൽ വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് മകർ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.